CPM-ന്റെ സിറ്റിംഗ് സീറ്റ് കോയമ്പത്തൂരിൽ എന്നുള്ളതാണ്. അവിടേക്ക് കമൽ ഹസൻ വരുമോ എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അങ്ങനെയെങ്കിൽ കമൽ ഹസൻ വരുന്നുവെങ്കിലും ഈ സീറ്റിൻ്റെ എണ്ണത്തിൽ കുറവ് സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ CPM-ന് ഏത് സീറ്റ് ആയിരിക്കും നൽകുക? അഭിലാഷ്, പലതരത്തിലുള്ള ചർച്ചകൾ, ഇപ്പോഴും ആ ചർച്ചകളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ അവിടെ വ്യക്തത ഉള്ളത് CPM-ന് 2 സീറ്റ് നൽകും, CPI-ക്ക് 2 സീറ്റ് നൽകും. കമലഹാസനെ, മക്കൾ നീതി മയ്യത്തിന് ഒരു സീറ്റിൽ കമലഹാസനെ മത്സരിക്കാൻ ഈ മുന്നണിയുടെ ഭാഗമായി, സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറയുന്ന ഈ മുന്നണിയുടെ ഭാഗമായി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കമലഹാസനെ കൂടി മത്സരിപ്പിക്കും. ഇത്രയും തീരുമാനമുണ്ട്. കമലഹാസനെ സംബന്ധിച്ച് കമലഹാസന്റെ ആഗ്രഹം കോയമ്പത്തൂരിൽ മത്സരിക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ മത്സരിച്ചിട്ട് കമലഹാസൻ അവിടെ പരാജയപ്പെടുന്നത് നിസ്സാര വോട്ടിനാണ്. 1540 വോട്ടിനാണ് വനിതി ശ്രീനിവാസൻ എന്ന BJP നേതാവിനോട് പരാജയപ്പെടുന്നത്. അത് നിസ്സാരമായ വോട്ടിന്റെ പരാജയം മാത്രമാണ്. പ്രതികാരം കൂടി കമലഹാസന്റെ മനസ്സിലുണ്ടാകും. കമലഹാസൻ അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ പരിചയവും ഈ വോട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രചാരണം മാത്രം പോരാ, വോട്ടർമാരെ ബൂത്തിൽ എത്തിക്കുക എന്നുള്ളതൊക്കെ തമിഴ്നാടിനെ സംബന്ധിച്ച് അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ കൂടി വേണം. അങ്ങനെയുള്ള സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ കമലഹാസന് ഉണ്ടായിരുന്നില്ല. കമലഹാസന്റേതായി ലഭിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വോട്ട് മാത്രമാണ് ലഭിച്ചത്. അവിടെ വീണ്ടും മത്സരിക്കുക എന്നുള്ളതാണ്. പക്ഷേ CPM പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അത് വിട്ടുതരാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഏറ്റവും വിജയ സാധ്യതയുള്ളത്. അതിന് കോയമ്പത്തൂരിനെ സംബന്ധിച്ച് കോയമ്പത്തൂരിലെ PR നടരാജനാണ് അവിടുത്തെ MP ആയിട്ടിരിക്കുന്നത്. PR നടരാജന കഴിഞ്ഞ വർഷം 1.79 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആളാണെന്ന് ആലോചിക്കണം. അതൊരു ചെറിയ ഭൂരിപക്ഷമല്ല, വലിയ ഭൂരിപക്ഷമാണ്. അങ്ങനെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു സ്ഥലത്ത് നിന്ന് മാറുക എന്നത് പ്രയാസമാണ്. പ്രത്യേകിച്ച് കോയമ്പത്തൂർ എന്ന് പറയുന്നത് CPM-നായാലും CPI-ക്കായാലും പരമ്പരാഗതമായി തന്നെ വലിയ സ്വാധീനമുള്ള, കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. CPM-ന്റെ പാർട്ടി കോൺഗ്രസ് ഒക്കെ നടത്തിയിട്ടുള്ളത് കോയമ്പത്തൂരാണ്. അവിടെ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുവരാനും ഒക്കെ CPM-ന് ഇപ്പോഴും ശേഷിയുണ്ട്. അല്ലെങ്കിൽ ആ തരത്തിലെ തൊഴിലാളി പ്രവർത്തനത്തിലുമൊക്കെ, തൊഴിലാളി യൂണിയനുകളുടെ പ്രവർത്തനമൊക്കെ പരമ്പരാഗതമായി തന്നെ ഉള്ളതാണ്. അവർ CPI 57-ലും 71-ലും 74-ലും 77-ലും 2004-ലും അവിടെ CPI ജയിച്ചതാണ്. CPM അവിടെ 67-ലും 2009-ലും 2019-ലും ജയിച്ചാണ്. ഈ 2009-ലും 2019-ലും PR നടരാജൻ തന്നെയാണ് തുടർച്ചയായി ജയിക്കുന്നത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കഥ. ഈ 2009-നും 2019-നും ഇടയിലുള്ള 2014-ൽ ഇതേ PR നടരാജൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 50,000-ൽ താഴെയാണ് വോട്ട് ലഭിക്കുന്നത് എന്നതുകൂടിയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കഴിഞ്ഞ തവണത്തെ ഒരു വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി കമലഹാസൻ വരികയാണെങ്കിൽ കോൺഗ്രസ് ഒരു ഓഫർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ദേശീയ നേതൃത്വമല്ല വെച്ചിരിക്കുന്നത്, സംസ്ഥാന നേതൃത്വമാണ്. കമലഹാസനെ ഞങ്ങളുടെ അക്കൗണ്ടിൽ പെടുത്താം, ഞങ്ങൾക്ക് തരുന്ന 9 സീറ്റിൽ 1 സീറ്റ് കമലഹാസന് നൽകാം. പക്ഷേ കമലഹാസൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം. അതിന് കമലഹാസൻ തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നു. ഇതിന് പകരമായി DMK ഓഫർ വെച്ചിരിക്കുന്നത്, കമലഹാസനോട് ഓഫർ വെച്ചിരിക്കുന്നത് സൗത്ത് ചെന്നൈയാണ്. സൗത്ത് ചെന്നൈ മത്സരത്തിൽ DMKയുടെ സിറ്റിംഗ് സീറ്റാണ്. അത് DMKയുടെ വളരെ സ്ട്രോങ് ഹോൾഡായ സീറ്റാണ്. അവിടെ വിജയം ഉറപ്പാണ് താനും. അങ്ങനെ ഒരു സീറ്റാണ് മുന്നോട്ട് വെക്കുന്നത്. CPM-നെ സാധാരണ ഇതിൽ പലപ്പോഴും DMKക്ക് ദേശീയ തലത്തിലൊക്കെ ഉള്ള പല സഖ്യകക്ഷികളും ദേശീയ തലത്തിൽ സ്റ്റാലിൻ്റെ പ്രാധാന്യമൊക്കെ വർദ്ധിപ്പിക്കാനും നേരത്തെ മുതൽ തന്നെ CPM-ന് ആ തരത്തിലേക്കുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതിന് സഹായിക്കുന്നതാണ്. CPM-നെ അങ്ങനെ പിണക്കിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായി തള്ളിക്കളയാൻ സ്റ്റാലിൻ ആഗ്രഹിക്കുന്നത്. ഇനി പക്ഷേ എന്താണ് തീരുമാനം, കമലഹാസന്റെ തീരുമാനം എന്താണ്? തനിക്ക് കോയമ്പത്തൂർ തന്നെ വേണം, തൻ്റെ കൂടി ശക്തിയിൽ ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം വേണം. കഴിഞ്ഞ തവണ അവിടുത്തെ മക്കൾ നീതി മയ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് 1.5 ലക്ഷത്തോളം വോട്ട് കിട്ടി. അപ്പോൾ ആ ഒരു ഇതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ CPM-ന് സീറ്റ് പകരം തെങ്കാശി സീറ്റാണ് ചർച്ചയിലുള്ളത്. പക്ഷെ അത് കഴിയില്ല, അത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് CPM ഇപ്പോഴും നിൽക്കുന്നത്. മറ്റൊരു സീറ്റുള്ളത് മധുരയാണ്. അവിടെ S വെങ്കടേശ്വരനാണ്. അദ്ദേഹവും ജയിച്ചത് 1.39 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ആ കാര്യത്തിൽ മാറ്റമുണ്ടാവാൻ സാധ്യതയില്ല. മറ്റേ CPI-യുടെ 2 സീറ്റുകൾ എന്ന് പറയുന്നത് CPI-ക്ക് 2 സീറ്റ് തിരുപ്പൂരാണ്. ഒന്ന് തിരുപ്പൂരും ഒന്ന് നാഗപട്ടണവുമാണ്. തിരുപ്പൂരിൽ കഴിഞ്ഞ തവണ K സുബ്ബരായനാണ് ജയിച്ചത്. അദ്ദേഹവും ഏകദേശം 93,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. നാഗപട്ടണം SC മണ്ഡലമാണ്. എന്തായാലും അവിടെ മാറ്റാൻ സാധ്യതയില്ല. അവിടെ സെൽവരസു ആണ്. സെൽവരസു 2.11 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഒരു CPI-യുടെ 2 സീറ്റുകളിലും CPI-ക്ക് അങ്ങനെ മാറ്റം വരാൻ സാധ്യതയില്ല. CPM-ന്റെ സീറ്റിൽ, കോയമ്പത്തൂർ സീറ്റിൽ മാത്രമാണ് അത്തരത്തിലേക്ക് ഒരു മാറ്റത്തിനുള്ള സാധ്യതയുള്ളത്. അതെല്ലാം ഇനി കമലഹാസന്റെ നിലപാട് എന്നെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തും എന്നതാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധി മാത്രമാണ് നമുക്ക് വിശാല സഖ്യത്തിൽ നിന്ന് ഈ ഘട്ടത്തിൽ ഉയർത്തി കാണിക്കാൻ സാധിക്കുന്നുള്ളൂ. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി DMK സഖ്യം അധികാരത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ട്.